സംസ്ഥാനത്ത് ഇന്ന് ചൂട് വളരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഇന്ന് ഓൾറെഡി ഒരു യെല്ലോ അലർട്ട് ഉണ്ട്. സാധാരണ രേഖപ്പെടുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്ന് ചൂട് കൂടാൻ സാധ്യത. പ്രത്യേകിച്ച് ഉച്ചനേരങ്ങളിലൊക്കെ നല്ല കനത്ത ചൂടായിരിക്കും. കടുപ്പമേറിയ ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ മനസ്സിലുണ്ടാകണം ഇന്ന് ഈ പ്രഭാതത്തിൽ. അപ്പോൾ വിശദാംശങ്ങളുമായി ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ചൂട് വളരെ കൂടും എന്ന് തന്നെയാണ് ഇന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുള്ളത്? വെരി ഗുഡ് മോർണിംഗ്. അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് കേരളം ചുട്ടുപൊള്ളുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 8 ജില്ലകളിൽ സാധാരണയുള്ളതിനേക്കാൾ ചൂട് കൂടുമെന്നാണ് ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതായത് പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ 2 മുതൽ സാധാരണയുള്ളതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മാത്രമല്ല ഈ പല സ്ഥലങ്ങളിലും അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയാനുള്ളത് പാലക്കാട് ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ചെറിയ ചൂടിന്റെ അളവല്ല സ്കെയിൻ. മാത്രമല്ല ഉച്ചയ്ക്കടക്കം, അതായത് ഉച്ച സമയത്തടക്കം കാര്യമായ ചൂടും സൂര്യതാപ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ അത് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലയിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കൂടാതെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുണ്ട്. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ഈ ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ആ വിധത്തിലുള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ മുൻകരുതലെടുക്കണം. വിനോദസഞ്ചാരികളും അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെയും അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ്. ഏതായാലും ഈ 8 ജില്ലകളിൽ ഉള്ളവർ പരമാവധി കാര്യമായ ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കേണ്ടി വരും. കാരണം പുറത്തിറങ്ങാൻ കഴിയാത്തത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ അത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അത് ഈ ഉച്ച സമയത്ത് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ആരോഗ്യവകുപ്പും നേരത്തെ മുന്നറിയിപ്പായി നൽകിയിരുന്നു. ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകി.